പശ്ചിമേഷ്യയിലെ യുദ്ധകാർമ്മികങ്ങൾക്കിടയിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 സമാധാന കരാർ അമേരിക്കയെയും ട്രംപ് ഭരണകൂടത്തെയും വിയർപ്പിക്കുകയാണ്. കരാറിലെ 10-ൽ 9 നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്ക് അപ്രായോഗികവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന വിലയിരുത്തലുകൾക്കിടയിലും തൽക്കാലം നാണക്കേട് ഒഴിവാക്കാൻ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തടിയൂരിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാന്റെ കടുത്ത ഉപാധികൾ പൂർണ്ണമായി തള്ളിക്കളയാൻ അമേരിക്ക തയ്യാറാകാത്തത് ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഭീതി പരത്തുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നയതന്ത്രപരമായി അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രായോഗികമായി നടപ്പിലാക്കാൻ അസാധ്യമായവയാണ് ഇതിൽ ഭൂരിഭാഗവും. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അവഗണിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന ശാഠ്യം പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ അമേരിക്ക പുലർത്തുന്ന സൈനിക മേധാവിത്വം അവസാനിപ്പിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സേനയെ പിൻവലിക്കണമെന്ന ആവശ്യം, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളായ സായുധ ഗ്രൂപ്പുകൾക്കെതിരായ നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണം, ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം തന്നെ ഇതുവരെയുമുണ്ടായ നഷ്ടങ്ങൾക്ക് ഭീമമായ നഷ്ടപരിഹാരം നൽകണം. ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഹോർമോസ് കടലിടുക്ക് തുറന്നു നൽകാം എന്ന ഇറാന്റെ ഉറപ്പിനുമേൽ ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഒരു ഒത്തുതീർപ്പല്ല, മറിച്ച് തൽക്കാലത്തേക്ക് തലയൂരാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് വിമർശനം. ഇറാന്റെ കടുത്ത ഉപാധികൾക്ക് മുന്നിൽ അമേരിക്ക ഇത്രയെങ്കിലും അയഞ്ഞത് ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്വാധീനത്തിന് മങ്ങലേൽപ്പിച്ചു. അമേരിക്ക ഇറാന്റെ വ്യവസ്ഥകൾക്ക് ഭാഗികമായെങ്കിലും വഴങ്ങിയാൽ അത് ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കും. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ പ്രാദേശിക മേധാവിത്വത്തെ ഭയപ്പെടുന്നു. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് ഈ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. അമേരിക്കയുടെ ഈ ചുവടുമാറ്റം തങ്ങളെ ഒറ്റപ്പെടുത്തുമോ എന്ന ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ പുതിയ പ്രതിരോധ സഖ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നതിനൊപ്പം തന്നെ വെടിനിർത്തലിലൂടെ ഒരു കരാറിലേക്ക് വാതിൽ തുറന്നിടുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള നാണം കേട്ട കളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിർദ്ദേശങ്ങൾ പ്രവർത്തനക്ഷമമായ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുകയും 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 10 നിർദ്ദേശങ്ങൾ: 1. സമ്പുഷ്ടീകരണമാണ്. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാഗമായുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ അമേരിക്ക സമ്മതിക്കണം. 2. ഉപരോധങ്ങൾ പിൻവലിക്കണം. ഇറാന്റെ മേലുള്ള പ്രാഥമികവും ദ്വിതീയമായ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യണം. അമേരിക്കൻ സേനയുടെ പിന്മാറ്റം. ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും പിന്മാറണം. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം. ലോകത്തെ പ്രധാന എണ്ണക്കടത്തു പാതയായ ഹോർമോസ് കടലിടുക്കിന്മേൽ ഇറാന്റെ സൈനിക നിയന്ത്രണവും മേൽനോട്ടവും അംഗീകരിക്കണം. ഹിസ്ബുള്ളയെ സംരക്ഷിക്കണം. ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാന്റെ സഖ്യകക്ഷികൾക്കെതിരായ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. നഷ്ടപരിഹാരം. ഉപരോധങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചയ്ക്കും യുദ്ധക്കെടുതികൾക്കും അമേരിക്ക നഷ്ടപരിഹാരം നൽകണം. മരവിപ്പിച്ച ആസ്തികൾ. വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട ഇറാന്റെ എല്ലാ സാമ്പത്തിക ആസ്തികളും ഉടൻ വിട്ടു നൽകണം. സുരക്ഷാ ഗ്യാരണ്ടി. ഭാവിയിൽ ഇറാന്റെ ഭൂപ്രദേശത്തിന് നേരെ യാതൊരുവിധ സൈനിക ആക്രമണങ്ങളും ഉണ്ടാവില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകണം. കടത്തു ഫീസ്. ഹോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഓരോന്നിനും ഏകദേശം $2 ബില്യൺ ട്രാൻസിറ്റ് ഫീ ഈടാക്കാനുള്ള അവകാശം. UN സുരക്ഷാ കൗൺസിൽ പ്രമേയം. ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടാതിരിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ മുഖേന ഇതിന് അന്താരാഷ്ട്ര നിയമസാധുത നൽകണം.